വിദ്വേഷ പരാമർശത്തിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ് ഇന്ന് പോലീസിന് മുമ്പാകെ ഹാജരാകും. അതിനു മുന്നോടിയായി ബി.ജെ.പി. നേതാക്കൾ പി.സി. ജോർജിൻ്റെ വീട്ടിലെത്തി. ബി.ജെ.പി. കോട്ടയം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് റോയി ചാക്കോ അടക്കമുള്ള നേതാക്കൾ പൂഞ്ഞാറിലെ പി.സിയുടെ വസതിയിൽ എത്തി. ശ്രീജിത്ത് ശ്രീകുമാരൻ പി.സിയുടെ വസതിക്ക് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഒരു ചെറിയ പരാതി ഉണ്ടായിരുന്നു. ഈ ബി.ജെ.പിക്കാരുടെ ഒരു ഇടപെടലൊന്നും കാര്യമായിട്ട് ഈ സംഭവത്തിൽ ഉണ്ടായില്ല. പി.സി. ജോർജിൻ്റെ പരാതി പ്രകാശ് ജാവദേക്കറെ അറിയിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ ബി.ജെ.പി. നേതാക്കൾ ഈ വീട്ടിലെത്തിയിരിക്കുന്നത്? തീർച്ചയായും. അതുമാത്രമല്ല സ്കെൻ, അല്പസമയം മുൻപ്, ഏതാണ്ട് നിമിഷങ്ങൾക്ക് മുൻപാണ് ഇവിടുത്തെ CI ഇപ്പോൾ ഇവിടെ ഈ വീട്ടിലെത്തിയിരിക്കുന്നത്. അദ്ദേഹം വീട്ടിൽ വന്ന് ബി.ജെ.പി. നേതാക്കളുമായി സംസാരിച്ചു. അവരോട് PC-യെ വിട്ടുതരണം, അല്ലെങ്കിൽ PC-യോട് കീഴടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. തങ്ങളുടെ വഴി നോക്കുമെന്ന് അവരും പറഞ്ഞു. ഇപ്പോൾ ബി.ജെ.പിയുടെ മധ്യമേഖലാ പ്രസിഡന്റ് വി ഹരി സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം പറഞ്ഞിരുന്നു, ഞാൻ അവിടെ ഹാജരായിക്കൊള്ളാം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഈ അവസാന സമയത്ത് അദ്ദേഹം ഹാജരാകുമെന്ന് ഉറപ്പായ സമയത്ത് ആരെയോ സുഖിപ്പിക്കാൻ വേണ്ടി, ആർക്കൊക്കെയോ വേണ്ടി വിടുപണി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ആരെയാണോ സുഖിപ്പിക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണോ ഈ അറസ്റ്റ് നാടകം ഉണ്ടാക്കിയത്, ആരെയാണോ സുഖിപ്പിക്കേണ്ടത്, ആ സുഖിപ്പിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് പോലീസിൻ്റെ ഒരു നാടകം വന്നു എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. വന്നിട്ട് എന്താ ചോദിച്ചത്? അല്ല, ഇവിടെ ഈ ജനാധിപത്യ രാജ്യത്തിൽ ഞങ്ങൾ പ്രകടനം നടത്തണം, ഞങ്ങൾ എവിടെ എന്ത് ചെയ്യണം, ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ നാട്ടിലുള്ള പാർട്ടി തന്നെയാണ്. അത് ഞങ്ങൾ തീരുമാനിക്കും. അതല്ല പ്രശ്നം. എങ്ങനെയാണിത് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് തീരുമാനിക്കേണ്ടത് പോലീസല്ല. പോലീസിൻ്റെ പണി ചെയ്യട്ടെ. പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തിരക്കഥ ഉണ്ടാക്കുകയാണ്. അതൊരു വിഷയം ഉണ്ടാക്കി വലിയൊരു പ്രശ്നമാക്കി മാറ്റാൻ വേണ്ടി പോലീസ് നടത്തുന്ന ഒരു, അല്ലെങ്കിൽ അതിൻ്റെ പോലീസിനെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല, പക്ഷേ ഇതിൻ്റെ മേലാളന്മാർ മുകളിൽ നിന്ന് രാഷ്ട്രീയമായി നടത്തുന്ന ഒരു വലിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ് ഇപ്പോൾ നടന്നത്. ഇന്ന് ഹാജരാകുമല്ലോ അല്ലേ? അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അവിടെ ഹാജരാകാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ പാർട്ടിയുടെ ആളുകൾ ആലോചിച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്യും, അവിടെ ചെല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായിട്ടാണ് എനിക്കിന്നിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അല്ല, പ്രകടനം നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ പോലീസിനോടോ അല്ലെങ്കിൽ നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, പ്രകടനം നടത്തിയാൽ പ്രകടനം തടയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, പ്രകടനം നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ തീരുമാനിച്ചിട്ടില്ലല്ലോ. ഞങ്ങളതേപറ്റി തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ അതാണ് ബി.ജെ.പി. നേതാക്കൾക്ക് പറയാനുള്ളത്. പ്രകടനം നടത്തുന്നതിനെ കുറിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തൊട്ട് പുറകിൽ ക്യാമറമാൻ സഞ്ജയ് ഇക്ബാൽ ദൃശ്യങ്ങൾ കൂടി കാണിച്ചു തരും. ആ CI KJ തോമസ് അവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പോലീസ് ബി.ജെ.പി. നേതാക്കളോട്, ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് റോയി ചാക്കോ, അതുപോലെ തന്നെ വി ഹരി അടക്കമുള്ള നേതാക്കളോട് സംസാരിച്ചു. ഈ വീട്ടിൽ എന്തായാലും PC ഇല്ല. രാവിലെ മുതൽ ബി.ജെ.പി. പ്രവർത്തകർ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും പി.സി. ജോർജ് ഈ വീട്ടിലില്ല. അദ്ദേഹം മറ്റൊരു സ്ഥലത്താണുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹം DYSPയോട്, പാലാ DYSPയോട് അറിയിച്ചിട്ടുണ്ട് താൻ ഹാജരായിക്കൊള്ളാം, ഇന്ന് ഹാജരായിക്കൊള്ളാം. തനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് താൻ ഇന്ന് ഹാജരായിക്കൊള്ളാം, ഡോക്ടറെല്ലാം കണ്ടതിന് ശേഷം താൻ ഇന്ന് ഹാജരായിക്കൊള്ളാം എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് അതിനു മുൻപ് തന്നെ ബി.ജെ.പി. പ്രവർത്തകർ ഏതാണ്ട് കേന്ദ്രീകരിക്കുന്നുവെന്ന് ഉറപ്പായപ്പോൾ തന്നെ പോലീസ് ഇവിടേക്ക് വരുന്നൊരു സാഹചര്യം ുള്ളത്. നമുക്കറിയാം, ഇരാറ്റുപേട്ട ഒരിക്കലും ഒരു ബി.ജെ.പിയുടെ ഒരു ശക്തികേന്ദ്രമല്ല, അല്ലെങ്കിൽ ബി.ജെ.പിക്ക് അത്ര സ്വാധീനമുള്ള ഒരു മേഖലയല്ല. സ്വാഭാവികമായി പല കേന്ദ്രങ്ങളിൽ നിന്ന്, കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബി.ജെ.പി. പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഷോൺ ജോർജ് ഒരു പക്ഷേ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഷോൺ ഇവിടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബി.ജെ.പി. നേതാക്കൾ ഷോണിനോട് കൂടി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. പാർട്ടിയുടെ ലീഡേഴ്സ് ഉണ്ടല്ലോ, അവർ പറയും. പോലീസ് പാർട്ടിക്ക് പോലീസ് ഒരു പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണോ? തീർച്ചയായും പാർട്ടി നേതാക്കൾ സംസാരിക്കുമെന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ പ്രവർത്തകർ കൂട്ടം കൂടി നിൽക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അവർക്ക് അതൊരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് അത് അറിയിക്കാൻ, ഒരു പ്രകടനം നടത്തിയാൽ തങ്ങൾ തടയും എന്ന് പറഞ്ഞു. പക്ഷേ 144 ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ എന്നാണ് ബി.ജെ.പി. നേതാക്കൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകടനം എന്ന കാര്യം തങ്ങൾ ആലോചിച്ചിട്ടില്ല. അത് തങ്ങളുടെ പാർട്ടി നേതൃത്വം തീരുമാനിക്കുമെന്നാണ്. പ്രകടനം ആലോചിച്ചിട്ടുണ്ടോ ഇല്ല പോലീസല്ല. അതിനൊരു പ്രകടനം തീരുമാനിച്ചിട്ടുണ്ട്. ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ആ കാര്യങ്ങൾ പാർട്ടിയുടെ നേതാക്കന്മാരുമായി ആലോചിച്ച് ചെയ്യും. അദ്ദേഹം അവിടെ ഹാജരാകാവുന്ന നേരത്തെ തന്നെ അവിടെ പറഞ്ഞ് അദ്ദേഹം തന്നെ കൊടുത്തിട്ടുണ്ട്, പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ നടത്തുന്നത് ചില ആളുകളെ സുഖിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില താല്പര്യങ്ങളും ഈ തിരക്കഥയുടെ ഭാഗമായി ബാക്കി കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവരവരുടെ പണി ചെയ്യട്ടെ. അവർക്ക് പരമാവധി ആ ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. അല്ലെങ്കിൽ ഇത്ര നേരമായിട്ട് ഈ സമയത്താണ് ഇവിടെ വന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അവർക്കും കൃത്യമായി കാര്യങ്ങൾ അറിയാം. പക്ഷേ ഞങ്ങൾ എന്തൊക്കെയോ വരുത്തി ചെയ്ത് ഞങ്ങളാണ് ഇതിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ ചെയ്യാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കരുതുന്നത്. പ്രകടനം നടത്തിയൊരു പ്രകോപനം അത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ബാക്കിയുള്ള പാർട്ടിയുടെ നേതാക്കന്മാരുടെ കൂടി തീരുമാനിച്ച് അദ്ദേഹം ആ കാര്യങ്ങൾ ചെയ്യും.
നടത്തിയൊരു പ്രകോപനം സൃഷ്ടിക്കേണ്ട എന്നാണോ പാർട്ടിയുടെ നിലപാടിപ്പോൾ? അല്ലതോ ഞങ്ങൾ എല്ലാവരോടും കൂടി ആലോചിക്കും. ആലോചനയ്ക്ക് ശേഷം ഈ കാര്യം തീരുമാനിക്കും. അല്ല, സംഘർഷ സാധ്യത എന്ത് സംഘർഷം? ആരുമായിട്ടാണ് സംഘർഷം? ആരുമായിട്ടാണ് സംഘർഷം? ഒരു വേറൊരു പാർട്ടിയായിട്ടുള്ള പ്രശ്നം ഇല്ല ഇവിടെ. ഇവിടെ പോലീസാണ്, നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കല്ലേ പോകുന്നുള്ളൂ. വേറൊരു സംഘർഷം ഇവിടെ ഇല്ലല്ലോ. എന്ത് സംഘർഷം ഇവിടെയുള്ള? വേറെ സംഘർഷവും ഇല്ല. ആരുമായിട്ടാണ് സംഘർഷം? ഇപ്പോൾ രണ്ട് പാർട്ടിക്കാർ തമ്മിലുള്ള സംഘർഷമില്ല, സമുദായ സംഘർഷമില്ല. പിന്നെ എങ്ങനെ സംഘർഷം വരും? സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പോലീസാണ്. പോലീസ് പറയുന്നത് അതൊരു പ്രീണനപരമായിട്ടുള്ള സംസാരം തന്നെയായിരുന്നു, അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു സംഘർഷം ആളുകൾ കൂട്ടം കൂടുമ്പോൾ ഉണ്ടാകുമ്പോൾ അതൊന്നും ഒഴിവാക്കേണ്ടതല്ലേ എന്നാണ് പോലീസ് ചോദിക്കുന്നത്. അല്ല, ഞങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ പോലീസിനോട് പറയാത്ത കാര്യം പോലീസ് എന്തിനാണ് തിരക്കഥ ഉണ്ടാക്കി എഴുതി വായിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞങ്ങൾ തീരുമാനിച്ച് പറയുമല്ലോ ഈ കാര്യം. എന്തായാലും ഹാജരാകുമല്ലേ? ഹാജരാക്കാൻ ഇന്ന് അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങക്ക് ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഒന്നുമില്ല. അല്ല, അത് പിന്നെ കുടുംബാംഗങ്ങൾക്കാണ് അത് അറിയാവുന്നത്. അദ്ദേഹം ഞങ്ങൾ പാർട്ടിയുമായി ബന്ധം പാർട്ടിയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ എന്താണെന്നുള്ളത് അവർ കൂടി തീരുമാനിക്കും. എന്നാലും BJPയുടെ പൂർണ്ണ പിന്തുണ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ്, അതുപോലെ എല്ലാ ആളുകളും ഉണ്ട്. അവർ ഈ കാര്യങ്ങൾ പാർട്ടിയുടെ പിന്തുണ ഇല്ലെങ്കിൽ ഞങ്ങൾ മുതിർന്ന ചുമതലക്കാരായ മുഴുവൻ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. തീർച്ചയായും അതാണ് SKN പറയാനുള്ളത്. അവർ പാർട്ടിയുടെ പൂർണ്ണമായൊരു പിന്തുണ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ തൊട്ടപ്പുറത്ത് പോലീസ് ഇപ്പോഴും തുടരുകയാണ്. അവർ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടം കൂടൽ പുറത്തേക്ക് പ്രകടനം നടത്തിയാൽ അത് തടയും എന്ന ഒരു നിലപാടിലേക്ക് അവർ പോകുന്നു. ഇപ്പോൾ ഷോൺ ജോർജുമായി പോലീസ് സംസാരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. CI ഷോൺ ജോർജുമായി സംസാരിക്കുകയാണ് പൂഞ്ഞാർ CI. എന്തായാലും ഇരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ ഇരാറ്റുപേട്ട CI ഇരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് അറിയിച്ചത്. ഷോൺ കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്. ഇവിടെ നിന്നൊരു പ്രകടനം വേണ്ട എന്നൊരു നിലപാടിലേക്ക് പോകണം, അല്ലെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് ഇത്തരത്തിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു ലാഭത്തിൻ്റെ കൂടി കാര്യമാണ്. സ്വാഭാവികമായി ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനം ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ പോലീസ് നടപടികളിലേക്ക് കടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇപ്പോഴും തുടരുന്നുണ്ട്. എപ്പോഴാണ് PC ജോർജ് വരിക എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. 9:30 മണി എന്നൊരു സമയം പറഞ്ഞിട്ടുണ്ട്. നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ ഒരുങ്ങി നിൽക്കുന്ന കാഴ്ചയാണുള്ളത്. എന്തായാലും PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസമാണ്. ഒരുപക്ഷെ ഇന്ന് അറസ്റ്റിലായാൽ തന്നെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം BJP പറയുന്നത് ഭരണകൂടത്തിൻ്റെ മർദ്ദനോപാധിയായ പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടുന്നു എന്ന് തന്നെ അത് BJPയുടെ നേതാക്കൾ, ജില്ലാ സംസ്ഥാന നേതാക്കൾ എല്ലാവരും തന്നെ പോലീസിനോട് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും പോലീസ് ഈ വീട്ടിൽ തുടരുന്നുണ്ട്. വലിയൊരു പോലീസ് സന്നാഹമില്ല, വലിയൊരു പോലീസ് സംഘമില്ല. പക്ഷേ തൊട്ടപ്പുറത്തെ മേഖലയിൽ വലിയ പോലീസ് സംഘമുണ്ട്. ഇരാറ്റുപേട്ട ജംഗ്ഷനിലടക്കം പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രകടനം എന്ന തരത്തിലേക്കൊക്കെ പോയാൽ BJP നേതാക്കളോട് കർശനമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടായാൽ ശക്തമായ നടപടിയിലേക്ക് കടന്നേ മതിയാകൂ, അല്ലെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന തരത്തിലാണ് പറയുന്നത്. BJPയുടെ നേതാക്കൾ ഇപ്പോൾ പോലീസിനോട് സംസാരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രകോപനം ഈ BJP നേതാക്കളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ PC ജോർജിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ അത് നിയന്ത്രിച്ചേ മതിയാകൂ. കാരണം നിലവിലൊരു കേസ് അദ്ദേഹത്തിനെതിരെ ഉള്ളതാണ്. ഇത്തരത്തിൽ പരാമർശവുമായി ബന്ധപ്പെട്ടൊരു കേസ് നിലവിലുള്ളതാണ്. സ്വാഭാവികമായി അടുത്ത ഒരു കേസ് കൂടി വരുന്ന സമയത്ത് പോലീസിന് അതൊരു വലിയ വെല്ലുവിളിയാണ്. PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുക എന്ന കാര്യവും കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിനാണ് ഈ വിഷയത്തിൽ പോലീസാണ് തൃശങ്കുവിലായിരിക്കുന്നത്. അറസ്റ്റ് എന്നൊരു നടപടിയിലേക്ക് കടക്കുമ്പോൾ തന്നെ BJPയുടെ ഭാഗത്തു നിന്ന് പല മേഖലയിൽ നിന്ന്, ഇരാറ്റുപേട്ടയിൽ അത്ര വലിയ ശക്തി ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ, പക്ഷേ ജില്ലയുടെ പല മേഖലയിൽ നിന്ന് പ്രവർത്തകർ ഇങ്ങോട്ട് എത്തിത്തുടങ്ങിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ BJP ജില്ലാ നേതൃത്വത്തിൻ്റെ ഒരു പിന്തുണ ചിലപ്പോൾ ഒരുപക്ഷെ ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു.